ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കാർബൺ പീലിനെ പറ്റിയാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ക്ലിനിക്കിൽ കാർബൺ പീൽ ചെയ്യുന്നത് US മെഷീനായ ട്രൈബീം ലേസർ യൂസ് ചെയ്താണ്. നമുക്ക് വളരെ പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് കാർബൺ പീൽ. നമുക്ക് മിക്ക പേർക്കുള്ള യൂഷ്വൽ സ്കിൻ പ്രോബ്ലംസ് ആയ ആക്നെ, ഓയിലി സ്കിൻ, പിഗ്മെന്റേഷൻ, ഡാർക്ക് മാർക്സ്, അൺഈവൻ ടെക്സ്ചർ, എൻലാർജ് പോസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതെല്ലാം റിമൂവ് ചെയ്യാനും ഒപ്പം തന്നെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഈ പ്രൊസീജിയർ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ ചെയ്ത് കഴിയുന്നതാണ്. ഫസ്റ്റ് നമ്മൾ കാർബൺ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് പാസിൽ കാർബൺ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് പാസിൽ കാർബണിനെ ലേസർ ഉപയോഗിച്ച് വേപ്പറൈസ് ചെയ്യുന്നു. അപ്പോൾ പോർസ് എൻലാർജ് ആയിട്ടുള്ളത് ഷ്രിങ്ക് ആവുകയും ആക്നെ വരാനുള്ള ചാൻസ് കുറയുകയും ഓയിലി സ്കിൻ റെഡ്യൂസ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് ഇംപ്രൂവ്ഡ് ആകുന്നു. തേർഡ് പാസിൽ നമ്മൾ ലേസർ ടോണിങ് ചെയ്യുമ്പോൾ പിഗ്മെന്റേഷൻ, ഡാർക്ക് മാർക്സ്, മെലാസ്മ, ഫ്രെക്കിൾസ് ഇതെല്ലാം ടാർഗറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഇതുവഴി ലേസർ ആ പിഗ്മെന്റിനെ ബ്രേക്ക് ചെയ്യുകയും അതിനെ അലിയിപ്പിച്ച് കളയുകയുമാണ് ചെയ്യുന്നത്. തേർഡ് പാസ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നു. പാക്ക് കഴിഞ്ഞ് സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് പുറത്തു പോകാവുന്നതാണ്. അപ്പോൾ കാർബൺ പീൽ കഴിഞ്ഞിട്ട് ഓവർ ടൈം നമുക്ക് നല്ല ഡിഫറൻസ് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്നു. ഒരു സെഷനിൽ തന്നെ നല്ല ഡിഫറൻസ് അറിയാനും കഴിയുന്നു. ഒത്തിരി ഡാർക്ക് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ 2-3 സെഷൻസ് എങ്കിലും എടുക്കേണ്ടി വരും. നിങ്ങളുടെ സ്കിൻ ഹെൽത്തി, ഗ്ലോയിങ് ആൻഡ് റെജുവിനേറ്റഡ് ആകാൻ കാർബൺ പീൽ ഹെൽപ്പ് ചെയ്യുന്നു. ഈ പ്രൊസീജിയറിന് ഡൗൺ ടൈം ഇല്ല. കാർബൺ പീലിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് അവോയ്ഡ് ചെയ്യുക, 2 വീക്സ് എങ്കിലും സ്ക്രബ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഇവയെല്ലാം അവോയ്ഡ് ചെയ്യുക.